ദിവ്യാത്മാക്കൾക്കെല്ലാം വിനീതമായ നമസ്കാരം. നമ്മുടെ മനസ്സ് ഇന്ദ്രിയങ്ങളിൽ കൂടി ബഹിർഗമിക്കുമ്പോൾ വസ്തുക്കളുമായുള്ള സമ്പർക്കം മൂലം അത് ചലനാത്മകമാകുന്നു. അവിടെ മനസ്സിന് ഇഷ്ടം അനിഷ്ടം, വേണ്ടത് വേണ്ടാത്തത്, പറ്റിയത് പറ്റാത്തത്, സുഖമായത് ദുഃഖമായത്, ഇത്തരത്തിലുള്ള പരസ്പര വിരുദ്ധമായ ചിന്താധാരകൾ കൊണ്ട് കലുഷമായിത്തീരുന്നു. മനസ്സ് വിഷയസമ്പർക്കമുണ്ടാകുമ്പോൾ പ്രക്ഷുബ്ധവും, അതേ സമയത്ത് ഉറക്കത്തിലേക്ക് പോകുമ്പോൾ പരമശാന്തവുമാണ്. ഈ വിഷയങ്ങളെ വിട്ട് ആത്മോന്നതിയിലേക്ക് മനസ്സുയരുമ്പോൾ പരമശാന്തമായിരിക്കും, പരമസുഖമായിരിക്കും അപ്പോൾ അനുഭവമാകുന്നത്. അതുകൊണ്ട് ഒരു കവി പറയുകയാണ്: ആഴക്കടൽ സൗമ്യശാന്തം സദാ, തീരക്കടൽ ക്ഷോഭപൂർണം, ധ്യാനലീനാത്മാവു ശാന്തം, വികാരങ്ങളാടും മനസ്സു വിക്ഷുബ്ധം. രണ്ടെണ്ണത്തിൻ്റെ സ്വഭാവം കാണിച്ചു. മനസ്സിൻ്റെ ആഴക്കടൽ സൗമ്യശാന്തം, ആ കടലിൻ്റെ അടിത്തട്ട് ശാന്തവും സൗമ്യവുമാണ്. എന്നാൽ കടലിൻ്റെ മുകൾ ഭാഗമാവട്ടെ പ്രക്ഷുബ്ധമാണ്. തീരക്കടൽ ക്ഷോഭപൂർണം, തീരക്കടലാകട്ടെ എപ്പോഴും തിരമാലകൾ അടിച്ചുകൊണ്ട് പ്രക്ഷുബ്ധമാണ്. അതുപോലെ നമ്മുടെ മനസ്സ് ലീനാത്മാവു ശാന്തം, ധ്യാനത്തിൽ ആണ്ടുപോയ മനസ്സ് പരമശാന്തമായിരിക്കും. ധ്യാനലീനാത്മാവു ശാന്തം. അവിടെ ആത്മാവെന്നത് മനസ്സിനെ സൂചിപ്പിക്കുന്നതാണ്. ധ്യാനലീനാത്മാവു ശാന്തം, ധ്യാനത്തിൽ ലീനമായിരിക്കുന്ന മനസ്സ് പരമശാന്തമായിരിക്കും. അതേ സമയത്ത് വികാരങ്ങളാളും മനസ്സു വിക്ഷുബ്ധം. ഇഷ്ടാനിഷ്ടങ്ങളും സുഖദുഃഖാദികളും രാഗദ്വേഷാദികളും കാമക്രോധാദികൾ നിറഞ്ഞിരിക്കുന്ന വിഷയസമ്പർക്കമുണ്ടാകുമ്പോഴാണ് മനസ്സ് ഇതെല്ലാം ഉണ്ടാകുന്നത്. ഇതെല്ലാം ഉണ്ടാകുന്ന വിഷയങ്ങളുമായി ബന്ധം പുലർത്തുമ്പോൾ കാമക്രോധ ലോഭ മോഹ മത മത്സര്യാദികൾ ഉള്ള മനസ്സാവട്ടെ തീരക്കടൽ പോലെ പ്രക്ഷുബ്ധമാണ്. അതുകൊണ്ട് നമ്മുടെ മനസ്സിനെ എപ്പോഴും നമ്മൾ ശാന്തമാക്കി വെക്കണമെങ്കിൽ ധ്യാനാനുലീനം, ധ്യാനാത്മകമായ വിധത്തിൽ. എന്താണ് ധ്യാനാത്മകം എന്ന് പറഞ്ഞാൽ? എപ്പോഴും നമുക്ക് അനങ്ങാതെ കണ്ണും മടച്ച് ഇരിക്കാൻ പറ്റുന്നതാണോ? അതല്ല ധ്യാനം എന്ന് പറയുന്നത്. വിവേകത്തോടുകൂടി ഈ ലോകവസ്തുക്കളെ എല്ലാം കാണുമ്പോൾ ഇതിൻ്റെ ഉൽപ്പത്തി സ്ഥാനത്തെ ഓർക്കുക, അല്ലെങ്കിൽ ഇതിൻ്റെ ഉറവിടത്തെ. നിശ്ചലമായ ആ പരമാത്മതത്വത്തിൽ നിന്നാണ് ചലനാത്മകമായ ഈ ജഗത്തെല്ലാം ഉണ്ടായത്. ഈ ചലനാത്മകമായ പ്രപഞ്ച വസ്തുക്കൾ ഉണ്ടായതും കുറച്ച് സമയം നിലനിൽക്കുന്നതും പിന്നീട് ഇല്ലാതെയാകുന്നതുമാണ്. അതുകൊണ്ടാണ് ഇത് ക്ഷണികമാണ് എന്ന് പറയാൻ കാരണം. ക്ഷണികമായൊരു വസ്തുവിനൊരിക്കലും ശാശ്വതമായ സുഖത്തെ തരാൻ സാധിക്കുകയില്ല. ശാശ്വതമായ സുഖം നമുക്ക് വേണമെങ്കിൽ അതിന് ശാശ്വതമായതിനെ തന്നെ അഭയം പ്രാപിക്കേണ്ടിയിരിക്കുന്നു. ശാശ്വതമായിരിക്കുന്ന പരമാത്മാവിനെ ആശ്രയിച്ചാൽ മാത്രമേ ശാശ്വതമായ സുഖം നമുക്ക് കൈവരിക്കാൻ സാധിക്കുകയുള്ളൂ.
നമ്മുടെ ജീവിതത്തിൻ്റെ പരമമായ ലക്ഷ്യവും ആ ശാശ്വതമായ സുഖമാണ്. അതിന് നാം നമ്മുടെ മനസ്സിനെ വികാരവിക്ഷോഭങ്ങൾ അടങ്ങുന്ന വിഷയങ്ങളിലേക്ക് വിടാതെ അതിനെ ശാന്തമായി ആത്മാവിൽ ലയിപ്പിക്കാൻ പറ്റുന്ന വിധത്തിൽ വർത്തിച്ചുകൊണ്ടേയിരിക്കണം. എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ കാണപ്പെടുന്ന വിഷയങ്ങളിലെല്ലാം യാതൊന്നു കാൺമതതു നാരായണ പ്രതിമ. കാണുന്നതൊക്കെ ഈശ്വരൻ്റെ പ്രതിമകളായും കേൾക്കുന്നതൊക്കെ ഈശ്വരൻ്റെ കീർത്തനങ്ങളായും അതുപോലെ ചെയ്യുന്നതൊക്കെ ഈശ്വര പൂജയായും കാണുക എന്നാണ്. സർവത്തിലും ആ സർവേശ്വരനെ കാണാൻ തുടങ്ങിക്കഴിയുമ്പോൾ മനസ്സിൻ്റെ വിക്ഷോഭങ്ങൾ അടങ്ങി മനസ്സ് ശാന്തമാകും. അങ്ങനെ മനസ്സിനെ ശാന്തമാക്കാൻ നമുക്ക് ഏകാന്തമായ ഒരു സ്ഥലത്ത് പോയിരിക്കണമെന്നില്ല. വിജനമായ സ്ഥലവും ഏകാന്തമായി അനുഭവമാകും. നമുക്ക് വിജനത്തെ ആ സമയത്തേറെ ഇഷ്ടപ്പെടും. ജനബാഹുല്യമുള്ള സ്ഥലം പോലും വിജനമായി അനുഭവപ്പെടും. കാരണം തൻ്റെ മനസ്സ് ഈ വികാരവിക്ഷോഭങ്ങൾ അടങ്ങിയ വസ്തുക്കളുമായി യാതൊരു സമ്പർക്കവും ഉണ്ടാവുകയില്ല. അപ്രകാരത്തിലായിരിക്കണം നമ്മുടെ മനസ്സ്. ആഴക്കടൽ സൗമ്യശാന്തം സദാ തീരക്കടൽ ക്ഷോഭപൂർണം ധ്യാനലീനാത്മാവു ശാന്തം വികാരങ്ങളാളും മനസ്സു വിക്ഷുബ്ധം.